ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. അമ്പിളിയും ഏതെങ്കിലും വിധത്തില് കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ എനിക്ക് ഇടപെടേണ്ടി വരും. അതാ ഞാനും കൂടി അവരോടൊപ്പം വന്നത്. അച്ഛനകത്തേക്ക് വാ. സർ, ഇരിക്കെ. ഗുണ്ടകൾ ആക്രമിച്ചതിന്റെ പരാതി നേരിട്ട് തരാൻ വന്നാണോ രഘു? അല്ല സർ, ഞങ്ങൾ വന്നത് രഘു തന്ന വണ്ടി നമ്പർ വെച്ച് ഞങ്ങളൊരു അന്വേഷണം നടത്തി. അതിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാ. അതൊരു ഡോക്ടറുടെ കാറിന്റെ നമ്പരാ. ആ വണ്ടി കമ്പനിയില് സർവീസിങ്ങിനായിട്ട് കയറ്റിയിരിക്കുക. ഞങ്ങളത് പോയി നോക്കി. എന്തായാലും അവന്മാരുടെ ശല്യം ഇനി ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. 1 കിലോ ഗോൾഡ് മിസ്സായതിൽ ഇനി അവര് രഘുവിനെ സംശയിക്കില്ല. അല്ല സർ, എനിക്ക് മനസ്സിലായില്ല. അതില് പുതിയൊരു മൊഴി കൂടി തന്നു. അതിൽ രഘുവിന് സ്വർണം കാണാതായതിൽ യാതൊരു പങ്കുമില്ലാന്ന് മാത്രമല്ല, ആ സ്വർണം ആദില് പോലീസിനെ കണ്ടപ്പോ ബ്രിഡ്ജിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പുതിയ മൊഴി. അല്ല സാറേ, അതിൽ കൊടുത്ത മൊഴി സ്വർണ്ണക്കടത്തുകാരെ അറിഞ്ഞോ? അവരത് വിശ്വസിക്കോ? വിശ്വസിക്കാതെ പിന്നെ? അവൻ അവരുടെ ആളല്ലേ. ആദില് തന്ന മൊഴിയൊക്കെ ഗോൾഡ് മാഫിയ അപ്പൊ തന്നെ അറിഞ്ഞു കാണും. അപ്പോ അവരിനി ഒരിക്കലും രഘുവേട്ടനെ അതിന്റെ പേരിൽ ഉപദ്രവിക്കില്ലെന്നാണോ സർ? അതെ, രഘുവിന് അതിലൊരു പങ്കുമില്ലാന്ന് തെളിവ് സഹിതം ആദില് പറഞ്ഞതാ. പിന്നെ അവരെന്തിനാ രഘുവിന്റെ പുറകെ പോകുന്നത്? മൊഴി കിട്ടിയത് മുതൽ പോലീസും കസ്റ്റംസും ബ്രിഡ്ജിന്റെ കീഴിലും കായലിന്റെ തീരത്തുമൊക്കെ പരിശോധന നടത്തി. പക്ഷെ ഗോൾഡ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഒന്നുകിൽ അത് കായലിൽ പോയി കാണും, അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും കിട്ടിക്കാണും. എന്തായാലും ഇനി രഘുവിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പാ. അല്ല സാർ, ഞാൻ എങ്കിൽ നമുക്കിത് തിരിച്ചു കൊണ്ടുപോകാൻ രഘുവേട്ടാ, അതല്ലേ നല്ലത്. എന്താ എന്തുപറ്റി? അല്ല സാർ, അമ്പിളി ഇങ്ങനെ അത് പിന്നെ സർ, സാറിന് തരാൻ കൊണ്ടുവന്ന പരാതി തിരിച്ചു കൊണ്ടുവന്ന കാര്യം അത് പറയായിരുന്നു. ഓ, നിങ്ങൾക്ക് പരാതി തരണമെന്നുണ്ടെങ്കിൽ തരാം. രഘുവിനെ ആക്രമിച്ചവരെ ഇതിന്റെ പേരിൽ വെറുതെ വിടണമെന്ന് ഞാൻ പറയില്ല. അയ്യോ വേണ്ട സർ, അവരെ കൊണ്ടിനി ശല്യമൊന്നും ഉണ്ടാവില്ലെങ്കിൽ കേസിനൊന്നും പോവണ്ടെന്ന് ഞങ്ങളുടെ ആഗ്രഹം. അല്ല രഘുവേട്ടാ? സർ, കേസൊന്നും വേണ്ട. ഇനിയെങ്കിലും ഞങ്ങൾക്കൊന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഓക്കെ രഘു, എന്നാ നിങ്ങൾ പോയിക്കോ. ഇനി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, അപ്പൊ നമുക്ക് നോക്കാം. ശരി സർ. ഓക്കെ, താങ്ക് യു സർ. എന്നാ ഞങ്ങള് ശരി. അല്ലമ്പിളി, നമ്മളെന്താ ഈ സ്വർണം സിഐ ഏൽപ്പിക്കാതെ പോകുന്നത്? നമുക്ക് ഈ സ്വർണം കിട്ടിയിട്ടില്ലെന്ന് അവര് തന്നെ പറയുമ്പോ നമ്മളിത് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞ് എങ്ങനെ തിരിച്ചു കൊടുക്കണ്ടേ രഘുവേട്ടാ? ശരിയാ, അതിലൊരു കിലോ സ്വർണം പുഴത്തീരത്ത് വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളിത് കാറിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാ പോലീസ് ഒരിക്കലും വിശ്വസിക്കില്ല. അതെ, കേസ് പിന്നെ മാറും. നമ്മൾ പുഴത്തീരത്ത് നിന്ന് സ്വർണം എടുത്ത് ഒളിപ്പിച്ചതാണെന്ന് വരെ ചിലപ്പോ പറയും.
വേണമെങ്കിൽ രഘുവേട്ടനും ആദിലും ചേർന്ന് കളിച്ച കളിയാണെന്ന് വരെ പോലീസ് വരുത്തി തീർക്കും. അങ്ങനെ നോക്കിയ സ്വർണം തിരിച്ചു കൊടുക്കാതിരുന്ന നന്നായല്ലേ? പിന്നല്ലാതെ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് പിന്നെ ആ കേസിന് പുറകെ നടക്കാനേ നേരം കാണും. പക്ഷേ ഈ സ്വർണം നമ്മുടെ കയ്യിലിരിക്കുന്നത് നമുക്ക് എന്നൊരു തലവേദന തന്നെ. എന്ത് തലവേദന? സ്വർണം കയ്യിലിരിക്കുന്നത് തലവേദനയാണെങ്കിലേ ഇവിടുത്തെ ജ്വല്ലറി മുതലാളിമാരുടെ തലയൊക്കെ പൊട്ടിത്തെറിക്കണ്ടേ രഘുവേട്ടാ? അമ്പിളി, തമാശയല്ല. ഈ ജ്വല്ലറി മുതലാളിമാർക്ക് സ്വർണം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം. നമുക്കാണെങ്കിൽ കുറുക്കന് ആമയെ കിട്ടിയ അവസ്ഥ. നമുക്ക് ഈ സ്വർണത്തിന് കാവലിരിക്കാൻ നല്ലത് വേറെ എന്ത് ചെയ്യാൻ പറ്റും അമ്പിളി? എന്റെ രഘുവേട്ടാ, ആരും ഒന്നും പഠിച്ചോണ്ടല്ലോ ജനിക്കുന്നത്. ഓരോ അനുഭവത്തിൽ നിന്ന് ഓരോന്ന് പഠിക്കുക. ഈ സ്വർണം നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി ദൈവം തന്നതാണെന്ന് വിചാരിച്ച ഇത് ഉപയോഗിക്കാനുള്ള വഴിയും നമുക്ക് തുറന്നു കിട്ടും. എന്താ എന്താ രഘുവേട്ടാ, എന്തിനാ വണ്ടി നിർത്തിയേ? എടി, അതെ, അവന്മാരുടെ വണ്ടിയാ, ആ സ്വർണ്ണക്കടത്തുകാരുടെ. അയ്യോ ദൈവമേ, രഘുവേട്ടൻ അവരുടെ മുമ്പിൽ ചാടിക്കൊടുക്കാൻ പോവാണോ? അമ്പിളി, ആദിൽ വണ്ടി ഇരുന്ന് സ്വർണ്ണം എറിഞ്ഞെന്ന് പറഞ്ഞ സ്ഥലം ഇതാ. അവന്മാരത് തിരയാൻ വന്നോ? അവന്മാരവിടെ കിടന്ന് തിരയട്ടെ രഘുവേട്ടാ, നമുക്ക് പോവാം. അതല്ല അമ്പിളി, നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകുന്ന നല്ലത്. അവന്മാരെ നമ്മളെ കണ്ടു എന്നാ തോന്നുന്നത്. സ്വർണ്ണം തന്നെ. അമ്പിളി, നമുക്കിത് വേണ്ട. ഇത് കൈവിട്ടാലേ നമുക്ക് സമാധാനം ഉണ്ടാവും. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ രഘുവേട്ടാ. എടി, ആലോചിക്കാനൊന്നും ഇനി സമയമില്ല. ഈ സ്വർണ്ണം അവന്മാർക്ക് കൊടുത്ത് ശല്യം ഒഴിവാക്കാൻ പറ്റിയ സമയം ഇതാ. അമ്പിളി, പിന്നെ നമ്മളിത് തിരിച്ചു കൊണ്ടുപോയാ അമ്മ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ പോലും കയറ്റില്ലെന്ന് വരും. അമ്മ വരുന്നുണ്ട്. അമ്പിളി, അമ്മരെല്ലാം കൂടി ഇങ്ങോട്ട് തന്നെ വരുന്നത്. അതിന് താമ്പിളി, ഞാൻ കൊണ്ട് കൊടുക്കാം. അമ്പിളി, എന്നാ രഘുവേട്ടൻ ഇറങ്ങിക്കോ, ഞാനും കൂടെ വരാം. എന്താ രഘു, തിരിച്ചടിക്കാൻ തോന്നുന്നുണ്ടോ നിനക്ക്? ഞങ്ങള് സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. നിന്നെ തല്ലേണ്ടി വന്നതിൽ ഞങ്ങൾക്കിപ്പോ വിഷമമുണ്ട്. സ്വർണം നേടിയിട്ടില്ലെന്ന് ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. ഞങ്ങൾക്ക് ബോസിന്റെ നിർദ്ദേശം അനുസരിക്കാനല്ലേ പറ്റൂ. എങ്കിലും നിന്നോട് ഞങ്ങൾ സോറി പറയും. രഘുവേട്ടൻ നിരപരാധിയാണെന്ന് നിങ്ങളുടെ ബോസിന് ഇപ്പൊ മനസ്സിലായോ? അതെ, അതിൽ ഇങ്ങനെ ഒരു സൂചന ആദ്യമേ തന്നിരുന്നെങ്കിൽ രഘുവിനെ ഞങ്ങൾ ഫോളോ ചെയ്യില്ലായിരുന്നു.